ആരാധന. തിരുനാളിൻ്റെ അവസാന ദിവസം ഒരു ചടങ്ങുണ്ട്. അത് ഇതാ തടാകത്തിൽ നിന്ന് കൂടാര തിരുനാളിൻ്റെ അവസാന ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഒലിവും കമ്പുകളും ഏന്തി ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മഴ പെയ്യാൻ വേണ്ടിയാണ്. ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്രകാരം ഒരു പശ്ചാത്തലത്തിൽ ഈശോ പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അതായത് ഇതുവരെയുള്ള നിങ്ങളുടെ ആചാര രീതികൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദാഹം മാറ്റാൻ പറ്റുകയില്ല. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ്, അതിൻ്റെ ആത്മീയ വ്യാഖ്യാനമാണ്. യഹൂദ പാരമ്പര്യത്തിൽ, യഹൂദ ആചാരങ്ങളിൽ, യഹൂദ തിരുനാളുകളിൽ ഒന്നാണ് കൂടാര തിരുനാൾ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്. ദാഹിക്കുന്നതിനെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ഈശോ പറയുന്നതിൻ്റെ കാരണം ഇവർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയൊരു പുതിയ കാര്യം ചെയ്യണം. നിങ്ങളുടെ ദാഹം മാറാൻ അവർ എൻ്റെ അടുക്കൽ വരട്ടെ. എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് പാനം ചെയ്യുന്നവന് എന്ത് സംഭവിക്കും? അവന്റെ കേവലം ദാഹം മാറുമെന്നല്ല ഈശോ പറയുന്നത്. തൻ്റെ അടുക്കൽ വന്ന് കുടിക്കുന്നവന്റെ ദാഹം മാറുമെന്നല്ല കേട്ടോ പറയുന്നത്. അവന്റെ ജീവിതം പിന്നെ അവനൊരു നദിയായിട്ട് മാറും. അവനിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ അല്ലെങ്കിൽ അവൾ അനേകരുടെ ദാഹം മാറ്റുന്ന ജീവജലത്തിൻ്റെ നദിയായി മാറുമെന്ന വാഗ്ദാനമാണ് ഈശോ നമുക്ക് തരുന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഈശോയുടെ അടുത്ത ദാഹം മാറ്റാൻ വരുന്നവർ കേവലം സ്വന്തം ദാഹം മാറ്റി തിരിച്ചു പോകുന്നവരല്ല, അവർ അനേകരുടെ ദാഹം മാറ്റുന്നവരായി അമ്മ ത്രേസ്യയെ പോലെ അനേകം പേരുടെ ആത്മീയമായ ദാഹം മാറ്റുന്നവരായി രൂപാന്തരപ്പെടും എന്നാണ് ഈശോ പറയുന്നത്. അപ്രകാരം യഥാർത്ഥത്തിൽ ഈശോയിൽ നിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അനേകരുടെ ദാഹം മാറ്റുന്നവരായി മാറും. സ്വന്തം ദാഹം മാറ്റുന്നവരല്ല. സ്വന്തം ദാഹം താനേ തീർന്നോളും. നദിക്ക് ദാഹിക്കുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്ന, അമ്മ ത്രേസ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്ന 10 കാര്യങ്ങളാണ് ഈ തിരുനാൾ ദിവസത്തിൻ്റെ ഈ സന്ധ്യയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അമ്മ ത്രേസ്യ നമ്മെ ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ. 10 lessons from Saint Teresa of Avila. ഒന്നാമത്തെ പാഠം അവൾ പറഞ്ഞു, നിരന്തരമായി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, തർക്കമില്ല. എത്ര മാത്രം നമ്മൾ പ്രാർത്ഥിക്കും, അതൊരു ചോദ്യചിഹ്നമാണ്. എത്ര കാലം നമ്മൾ വിശ്വസിച്ച് കാത്തിരിക്കും, വീണ്ടും ചോദ്യചിഹ്നമാണ്. അമ്മ ത്രേസ്യ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിക്കുമ്പോൾ പറയുന്നൊരു വാക്ക് വളരെ വിഖ്യാതമാണ്. ഹാവ് എ ഡിറ്റർമിനേഷൻ ടു നെവർ ലീവ് പ്രയർ. പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കാൻ ഉറച്ച ഒരു തീരുമാനമുണ്ടാകട്ടെ. അപ്രകാരം നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഒരു സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കാം. രണ്ടുപേരും വരും.
ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് സിജോ, ഇത് ആശ എൻ്റെ ഭാര്യ. ഞങ്ങൾ മണിക്കടവ് നിന്ന് വരുന്നു. ഞങ്ങൾക്ക് 13 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് 1.5 വർഷം മുമ്പ് ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ഇവിടെ വ്യാഴാഴ്ചത്തെ കൺവെൻഷണൽ ധ്യാനത്തിലൊക്കെ പൂർണ്ണമായും പറ്റുന്ന സമയങ്ങളിലൊക്കെ വരികയുമൊക്കെ ചെയ്തു. അതിന് ഇടയ്ക്കൊക്കെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ശനിയാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തു. ഈ ലോക്ക്ഡൗണൊക്കെ വന്നതിന് ശേഷം കൂടുതലായിട്ട് ഞങ്ങൾ ഈ പള്ളിയിൽ വരികയും ഏതാണ്ട് 1.5 മാസത്തോളമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾ ഇവിടെ രാവിലെയുള്ള കുർബാനയ്ക്കും പിന്നീട് വൈകുന്നേരം ഇവിടെ തിരുനാളുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം കുർബാനയുടെ വൈകുന്നേരങ്ങളിൽ കുർബാനകൾ വരികയുമൊക്കെ ചെയ്തു. ഇപ്പോൾ ആശ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. ഇന്നാണ് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞത്. ഞങ്ങൾ അറിഞ്ഞവിടെ ഇങ്ങോട്ട് വരികയാണ്. ഇത് ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മ ത്രേസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരു സഹോദരനെ പോലെ ഞങ്ങളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത റാഫ്സനച്ചനും 1 കോടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ലോക്ക്ഡൗൺ അവർ ഒരു അവസരമാക്കി മാറ്റുകയായിരുന്നു. 2 പേരും അധ്യാപകരാണ്. അതുകൊണ്ട് ഇതിനു മുൻപുള്ള സമയത്തൊക്കെ വരാനായിട്ട് പ്രയാസമായിരുന്നു. ക്ലാസ്സിൽ പോണ്ടേ, എത്ര വ്യാഴാഴ്ച കട്ട് ചെയ്യും. അപ്പോൾ ലോക്ക്ഡൗൺ വന്നതൊരു ഭാഗ്യമാണെന്ന് കണക്കാക്കി ഇവർ ഓൺലൈനിലുള്ള ക്ലാസ് അവിടെ ആ തോട്ടത്തിലിരുന്നെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രഭാതത്തിലുള്ള മണിക്കടവിൽ നിന്ന് ഇവർ വെളുപ്പിന് വെച്ചു പിടിപ്പിക്കും. ഇവിടെ 5:30 അച്ഛൻ കൊന്ത തുടങ്ങുന്നതിന് മുമ്പ് എത്താൻ വേണ്ടിയിട്ട് പോരും. അതിനുശേഷം നമ്മൾ സെപ്റ്റംബർ 15-ാം തീയതി മുതൽ വൈകുന്നേരം ദിവ്യബലി ആരംഭിച്ചപ്പോൾ ഇന്ന് വരെ 1 ദിവസം മുടങ്ങിയെന്നാണല്ലേ, 1 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ നിരന്തരമായ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, 13 വർഷത്തെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് ഇതാ ഇന്ന് അമ്മ ത്രേസ്യയുടെ തിരുനാളിൻ്റെ ഈ ദിവസം അവർക്കൊരു സമ്മാനം ഈ സെപ്റ്റംബർ 15-ാം തീയതി മുതലല്ല, അതിന് മുമ്പ് അവർ തീർച്ചയായിട്ടും വരാൻ തുടങ്ങിയാണ്. ഇന്ന് അവർക്ക് കർത്താവ് വലിയ വാർത്ത കൊടുത്തിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ ഇപ്പോൾ ഈ അൾത്താരയിൽ ഇവർ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ഒരു കരം ആശയുടെ നേരെ നീട്ടിയിട്ട് ഉദരത്തിലുള്ള കുഞ്ഞ് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയാനും സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത അടുത്ത വർഷത്തെ തിരുനാളിൻ്റെ സമയത്ത് ഒരു കുഞ്ഞിനെയുമായി ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് ഒരു 11 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. അപ്പോൾ 2 പേർക്കും അഭിനന്ദനങ്ങൾ, കൺഗ്രാജുലേഷൻ. ഒരു വീട്ടിലൊന്നും പോയിട്ടില്ല റിസൾട്ട് അറിഞ്ഞിട്ട്, നേരെ ഇങ്ങോട്ട് വന്നു അല്ലേ, പോയാ ജസ്റ്റ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവർക്ക് കൊടുത്ത ഇത് നമ്മൾ ചിന്തിക്കരുത് ഇത് അവർക്കാണ് സമ്മാനം കിട്ടിയെന്ന്. ഇത് ഈ ആലയത്തിനുള്ള സമ്മാനമാണ്, നമുക്കുള്ള സമ്മാനമാണ്. ദൈവം ഇത് നിരന്തരമായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് വീണ്ടും കൈയടിച്ച് നന്ദി പറയാം. അച്ഛൻ പറഞ്ഞു വന്നത്, നമ്മൾ അമ്മ ത്രേസ്യയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന 1ാമത്തെ പാഠം, പ്രിയപ്പെട്ടവരെ, അതാണ് നിരന്തരമായ പ്രാർത്ഥന. അത് വർഷങ്ങൾ, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിയുമ്പോൾ കൈവിട്ട് കളയാനുള്ളതല്ല. അത്
ചേർത്ത് പിടിക്കാനുള്ളതാണ്. അബ്രഹാം കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നത് 25 വർഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മ ത്രേസ്യ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു വചനഭാഗം ഈശോ പറഞ്ഞു, വിധവ ഒരു ന്യായാധിപന്റെ അടുത്ത്, ഒരു നീതിയുമില്ലാത്ത ന്യായാധിപന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിരന്തരം അവൾ ഈ ന്യായാധിപനെ ശല്യപ്പെടുത്തിയത് കൊണ്ട് ന്യായാധിപൻ പറയുകയാണ്, ഞാൻ അവൾക്ക് നീതി നടത്തിക്കൊടുക്കും, അല്ലെങ്കിൽ ഇവൾ എന്നെ ഉറക്കില്ല, അവൾ എന്നെ ഇരുത്തുകയില്ല. അങ്ങനെയെങ്കിൽ തന്നെ രാവും പകലും വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് അവിടുന്ന് നീതി നടപ്പാക്കി കൊടുക്കാതിരിക്കുമോ? പല വാക്കുകൾ ശ്രദ്ധേയമാണ്. ഒന്ന്, രാവും പകലും, അതായത് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന, രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, കർത്താവേ ഈശോയേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക്. അപ്പോൾ നിരന്തരമായ പ്രാർത്ഥനയുണ്ട്, നാമം വിളിച്ചപേക്ഷിക്കലുണ്ട്. അവർക്ക് ഞാൻ നീതി, എൻ്റെ പിതാവ് നീതി നടപ്പാക്കി കൊടുക്കാതിരിക്കുമോ? നിരന്തരമായ പ്രാർത്ഥനയിലൂടെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരും. ഹല്ലേലൂയ. അച്ഛൻ ഓർക്കുകയാണ്, ഉളിക്കലിൽ നിന്ന് ഒരു കുടുംബം ഇതുപോലെ വന്നപ്പോൾ അച്ഛന് എന്തോ പറയാൻ തോന്നി. അച്ഛൻ പറഞ്ഞു 60 ആഴ്ച വന്നോന്ന് പറഞ്ഞു, വ്യാഴാഴ്ച. അച്ഛന് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോന്നി ഇത്തിരി കൂടുതലായി പോയില്ലേ എന്ന്. ഇവരോടല്ല, 60 ആഴ്ച വന്നോന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റെടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾ വന്നോളാം. അങ്ങനെ അവർ 60 ആഴ്ച വരാൻ വേണ്ടി തീരുമാനിച്ചു. 13ാമത്തെ ആഴ്ച, 8 വർഷം കഴിഞ്ഞ ദമ്പതികളാണ്. നിങ്ങൾക്കിനി കുട്ടികൾ ഉണ്ടാവില്ല, നിങ്ങൾ ട്രീറ്റ്മെന്റ് പോലും നോക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടൊരു കുടുംബമാണ്. എന്നിട്ട് അവർ വന്നു, പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 13ാമത്തെ ആഴ്ച പ്രഗ്നൻ്റായി. അതിനുശേഷം എനിക്ക് തോന്നുന്നു 53ാമത്തെ ആഴ്ച, പിന്നെ എപ്പോഴോ കുഞ്ഞ് അതിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ജനിച്ചു. 60ാമത്തെ ആഴ്ച അവർ പൂർത്തിയാക്കി. 61ാമത്തെ ആഴ്ച കൊച്ചിനെയും കൊണ്ട് വരാൻ, 60ാമത്തെ ആഴ്ച ഒരു കൊച്ചിനെയും കൊണ്ട് വന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഒറീസയിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് അവർ വിചാരിച്ചു അച്ഛൻ തിരിച്ചു വന്നിട്ട് അടുത്ത ആഴ്ച പറയാമെന്ന് വിചാരിച്ചു. അടുത്ത ആഴ്ച മുതൽ ലോക്ക്ഡൗണായി. ഈ 60 ആഴ്ച ഇവർ പൂർത്തിയാക്കി. പിറ്റേ ആഴ്ച മുതൽ ശുശ്രൂഷയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു വരുന്നത് സ്ഥിരതയോടുകൂടെ അവർ പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യമാണ്. ഒരാഴ്ച പോലും വിട്ടുകളയാതെ. ഇനി വിട്ടുകളഞ്ഞു എന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ അറിയില്ല. ഈ 60 ആഴ്ചയാണോ അവരെ രക്ഷിക്കുന്നത്? അച്ഛനോട് ചോദിക്കരുത്. കർത്താവാണ് രക്ഷിക്കുന്നത്, ആഴ്ചയല്ല രക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ സ്ഥിരതയോടുകൂടെ എല്ലാറ്റിനും ഉപരിയായിട്ട് കർത്താവിലേക്ക് ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്നോട് ഈ വൈദ്യം പറഞ്ഞിരിക്കുന്നത് 108 ആഴ്ച വന്ന് തിരുമിക്കണമെന്നാണ്. 106 കഴിഞ്ഞു, 2 എണ്ണം കൂടി ബാക്കിയുള്ളൂ. എന്ത് കൃത്യമാണ്! ഒരു കുഴപ്പമില്ല. വൈദ്യം 108 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 എണ്ണം നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു 110. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതാണ്, നമ്മൾ ദൈവത്തിന് വില കൊടുക്കണം. 2ാമത്തെ പാഠം, പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിർവചനം അവൾ നമുക്ക് നൽകി. തോമസ് അക്വീനാസ് എന്ന് പറയുന്ന ഒരു വലിയ വിശുദ്ധനുണ്ട്. വിശുദ്ധൻ പറയുന്നത്, നമ്മൾ എന്ത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിർവചിച്ചതിന് ശേഷം അത് പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും ഒരു വ്യക്തതയുണ്ടാവും. അപ്പൊ അച്ഛൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ അമ്മ ത്രേസ്യയിൽ നിന്ന് 10 കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്ന്. അപ്പൊ പറയുന്ന അച്ഛനും ഒരു ബോധ്യമുണ്ട് 10 എണ്ണമാണ് പറയാൻ പോകുന്നതെന്ന്. കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ബോധ്യമുണ്ട് ഇത് പെട്ടെന്നൊന്നും തീരില്ല, 10 എണ്ണം ഉണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അമ്മ ത്രേസ്യ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അമ്മ ത്രേസ്യ പറയുകയാണ്, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മെ സ്നേഹിക്കുന്നവനായ ക്രിസ്തുവുമായി, ദൈവവുമായുള്ള നിരന്തരമായ ദീർഘമായ സംഭാഷണമാണ്, സ്നേഹ സംഭാഷണമാണ്. അമ്മ ത്രേസ്യ പറയുകയാണ്, prayer is nothing more than spending a long time alone with the one I know loves me. എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമുള്ള, വെറുതെ ഒരാളോടല്ല, എനിക്ക് ഇയാൾ കേൾക്കാവോ എന്ന് വിചാരിച്ചിട്ടല്ല, എന്നെ സ്നേഹിക്കുന്നുവെന്ന് എന്നെ ചങ്കോട് ചേർത്ത്
ഇരിക്കുന്നവനെന്ന് എനിക്ക് നന്മയുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ആഗ്രഹിക്കുന്നവനോടാണ്, അവനോട് ചേർന്ന് ദീർഘസമയം സംഭാഷണത്തിൽ ഏർപ്പെടുന്നതാണ് പ്രാർത്ഥന എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സംഭാഷണമാണ്. സംഭാഷണത്തിൽ ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, കേട്ടുകൊണ്ടിരിക്കുകയും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയുമാണ്. നമ്മൾക്ക് സുപരിചിതമായ ചില കാഴ്ചകൾ ഉണ്ട്. പാർക്കിലൊക്കെ പ്രണയിക്കുന്നവർ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കി. ഒന്നും പറയുന്നില്ല എന്ന് നമ്മൾ തോന്നുമ്പോഴും അവർ വാക്കുകളില്ലാതെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ പരസ്പര സാമീപ്യം മാത്രം മതി. പങ്കുവയ്ക്കലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനോടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുകയും നമ്മൾ കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോഴാണത് സംഭാഷണമാകുന്നത്. ചില ആളുകൾ നിയോഗം പറഞ്ഞു വരുമ്പോൾ തന്നെ, അച്ഛൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിനെ തിരിച്ച് എന്തെങ്കിലും പറയാവുന്നതിന് മുമ്പ് അച്ഛൻ വേറൊരു കാര്യം കൂടെയുണ്ട്, ശരി, പിന്നൊരു കാര്യം കൂടെ ഉണ്ട്, ശരി, ഒരു കാര്യം കൂടെ ഉണ്ട്, ശരി അച്ഛൻ, ശരി അന്ന് ഞാൻ പോയിക്കോട്ടെ, ശരി പോയിക്കോ. ഒരു ചെറിയ പ്രാർത്ഥന ഒന്ന് വചനം പറഞ്ഞ് ഏറ്റുപറയാനായിട്ടൊന്ന് എഴുതി കൊടുക്കാന്ന് വരും. ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, എഴുതിയിട്ടിട്ട് പോയാൽ മതി, തിരി കത്തിച്ചു വെച്ച് പോയാൽ മതി. അങ്ങോട്ട് പറയാനുള്ളതൊന്നും ലിമിച്ച് മരുമകളോടൊന്ന് ക്ഷമിക്കുന്നു പറയുന്നത് കേൾക്കാൻ സമയമില്ല. മോളെ, നിന്റെ അമ്മയോടൊന്ന് ക്ഷമിക്ക് എന്ന് പറയുന്നത് കേൾക്കാൻ സമയമില്ല. നിന്റെ ആ തെറ്റായിട്ടുള്ള ജീവിതം ഒന്ന് ഉപേക്ഷിക്ക് എന്ന് പറയാൻ കേൾക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് പ്രാർത്ഥന ഒരു സംഭാഷണമാണ്. അമ്മ ത്രേസ്യ പഠിപ്പിച്ച രണ്ടാമത്തെ പാഠമാണ്. 3, ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് അവൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന്. ലവ് ഫോർ ജീസസ്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ്. ഈശോയുമായിട്ടുള്ള നമ്മുടെ വിശുദ്ധിയുടെ ജീവിതത്തിന്റെ അളവുകോലെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ അളവുകോലാണ്, നമ്മുടെ ഈ സ്നേഹത്തിന്റെ അളവുകോലാണ്. നമ്മൾ എത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് വിശുദ്ധിയുടെ അളവുകോൽ. ഒരു ദിവസം ഒരു സിസ്റ്റർ ഫോണിൽ വിളിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അപ്പം അച്ഛനും പറഞ്ഞു അച്ഛന് വേണ്ടിയിട്ട് 1-2 മെസ്സേജ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈശോ അച്ഛനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോ പത്രോസിനോട് ചോദിച്ച ചോദ്യമാണ്, നീ ഡു യു ലവ് മീ മോർ? ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഓരോ പ്രഭാതത്തിലും ഇവിടെ വരുമ്പോ ഈശോ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ, അച്ഛൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവേ. പത്രോസ് പറഞ്ഞു, കർത്താവേ. ഈശോ വീണ്ടും ചോദിച്ചു, ശരിക്കും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവേ. അപ്പോ കർത്താവ് വീണ്ടും ചോദിച്ചു, പറടാ, ശരിക്കും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സത്യം പറ. അപ്പോ ചങ്ക് പൊട്ടി പത്രോസ് പറഞ്ഞു, നിനക്കെല്ലാം അറിയാലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും നിനക്കറിയാലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുന്നവർ, പ്രണയിക്കുന്നവർ തങ്ങളുടെ കാമുകൻ കാമുകിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എന്താണ്? ഡു യു ലവ് മീ എന്നല്ലേ? ആണോ? അതെല്ലേ വലിയമ്മച്ചി? അതെ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് സത്യമായിട്ട് എന്നോട് സ്നേഹമുണ്ടോ? ഇപ്പൊ പറയണം, ഇന്ന് പറയണം, ഇപ്പൊ പറയണം. നാളെ പറഞ്ഞാൽ പോരെ, ഇല്ല ഇപ്പൊ പറയണം. നമുക്കറിയേണ്ടത് അപരൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം, ഡു യു ലവ് മീ? അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്ന 3-ാമത്തെ പാഠം അതാണ്, എൻ്റർ ഇൻ ടു എ കോൺവെർസേഷൻ വിത്ത് യുവർ ഫ്രണ്ട് ഹു ഈസ് കോൾഡ് ജീസസ്. ഈശോയോട് എന്തുകൊണ്ടാണ് ഈശോയോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്? അവൻ മനുഷ്യനാണ്. ഈശോയുടെ മാനുഷികത, മാനവികതയിലാണ്
നമ്മൾ മനുഷ്യരാണ്, ഈശോയും മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യനും എന്നതുപോലെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് അമ്മ ത്രേസ്യ എടുത്തു പറഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പൊ അതുകൊണ്ട് അമ്മ ത്രേസ്യ പറഞ്ഞു, മെഡിറ്റേറ്റ് അപ്പോൺ ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. ഈശോയുടെ മാനവികതയെ നിങ്ങൾ ധ്യാനിക്ക്. അവന്റെ അടുത്ത പോയിന്റ് അതാണ്. നമ്മളടുത്ത ഈശോയോട് ഇടപെടുമ്പോൾ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇടപെടുമ്പോൾ കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ തലങ്ങൾ, സാഹചര്യങ്ങൾ, അവസ്ഥാന്തരങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്, നമുക്ക് തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ഈശോയെ ഒരു ഫ്രണ്ടായിട്ട് സ്വീകരിക്കുക. 4, സഹിക്കുന്ന ഈശോയോടുള്ള സ്നേഹം. ലവ് ഫോർ ജീസസ് ഇൻ ഹിസ് സഫറിംഗ്. നമുക്ക് ഇഷ്ടമാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ. അടിപൊളി. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോ സൂപ്പറാണ്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഈശോ. എനിക്കും ഈശോയെ പോലെ ആകണം. രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ. ആഹാ. അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോ. അടിപൊളി. പ്രസംഗിക്കുന്ന ഈശോ. സൂപ്പറാണ്. സഹിക്കുന്ന ഈശോ. എനിക്കും അതുപോലെ ആവണം. നമുക്ക് പറയാം. നമുക്ക് പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ പറഞ്ഞു, നമ്മൾ ഈശോയെ ധ്യാനിക്കുമ്പോൾ സഹിക്കുന്ന ഈശോയോടുള്ള ഒരു പ്രത്യേക മമത നമുക്കുണ്ടാകണമെന്ന്. അതുകൊണ്ടാണ് ആവിലായുടെ തിരുനടയിൽ ആദ്യം ബന്ധിതനായ ഈശോ നമ്മെ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ ഈ ദേവാലയത്തിന്റെ അൾത്താരയുടെ വലതുവശത്തായി ഒരു ഫ്ലക്സ് ഉണ്ട്. അമ്മ ത്രേസ്യ ഒരു പ്രാവശ്യം ഏതോ ഒരു തിരുനാളിനു വേണ്ടി മുറിയൊക്കെ സാക്രിസ്റ്റിയൊക്കെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോ സാക്രിസ്റ്റിയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഈശോയുടെ ഒരു രൂപം, കെട്ടപ്പെട്ട ഈശോയുടെ ഒരു രൂപം, ആ രൂപം ഇങ്ങനെ കണ്ടപ്പോ അവൾ പ്രാർത്ഥിക്കുകയൊന്നുമായിരുന്നില്ല, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ തനിക്ക് വേണ്ടി ഈശോ എത്രമാത്രം സഹിക്കുന്നുണ്ട് എന്നൊരു ധ്യാനത്തിലേക്ക്, വലിയൊരു പ്രാർത്ഥനയുടെ മിസ്റ്റിക്കൽ അനുഭവത്തിലേക്ക് അവൾ ഉയരാൻ ആ രൂപം കാരണമായി എന്ന് അവൾ തന്റെ ആത്മകഥയിൽ എഴുതുകയാണ്. അപ്രകാരം അമ്മ ത്രേസ്യയും ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപവും തമ്മിലുള്ളൊരു ബന്ധമാണ് നമ്മുടെ ഈ ആവിലാസദനിൽ ബന്ധിതനായ ഈശോ നമുക്ക് വേണ്ടി കെട്ടപ്പെട്ടവനായി പുറത്തു നിൽക്കുന്നത്. അവൻ ഒരു സംരക്ഷണവുമില്ലാതെ പുറത്തു നിൽക്കുകയാണ്. ബാബുപോളച്ചൻ ഉണ്ടായിരുന്നപ്പോൾ ബാബുപോളച്ചൻ ഒരു പ്രാവശ്യം പറഞ്ഞത് ഓർക്കായിരുന്നു, രൂപം വെച്ചതിന് ശേഷം അച്ഛൻ ഓരോ ദിവസവും പല്ല് കേൾക്കുന്നതിന് മുമ്പ് വാതിലുറന്ന് ഓടി വന്ന് നോക്കും ഈശോയുടെ രൂപം അവിടെ തന്നെ ഉണ്ടോന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം സഹിക്കുന്ന ഈശോയോടുള്ള സ്നേഹം എടുത്തു നോക്ക്. പാദ്രപിയോയുടെ ജീവിതം എടുത്തു നോക്ക്, ഫൗസ്റ്റീനായുടെ ജീവിതം എടുത്തു നോക്ക്, കാതറിൻ ഓഫ് സീനായുടെ ജീവിതം എടുത്തു നോക്ക്, ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം എടുത്തു നോക്ക്. ഇവരൊക്കെ സഹിക്കുന്ന ഈശോയെ ധ്യാനിച്ച് അവർക്ക് പലർക്കും പഞ്ചക്ഷതങ്ങൾ ലഭിച്ചു. ഈശോയെ പോലെയാകാൻ, സഹനങ്ങളിൽ ഈശോയോട് ഒട്ടി നിൽക്കാൻ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. 5, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അധ്യാപകനായി സ്വീകരിക്കുക. ഒരു പ്രാവശ്യം അമ്മ ത്രേസ്യയ്ക്ക് ഇങ്ങനെ ലൗകിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യമുള്ളൊരു സമയത്ത് അതിനെക്കുറിച്ച് ഒരു വൈദികനോട് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. അതിനുശേഷം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സമരിയാക്കാരി സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ ഗീവ് മീ ദാറ്റ് വാട്ടർ എന്ന് സമരിയാക്കാരി സ്ത്രീ ഈശോയോട് പറഞ്ഞതുപോലെ
അമ്മ ത്രേസ്യ പറയാൻ തുടങ്ങി, ഗീവ് മീ ദാറ്റ് വാട്ടർ. ഏത് വെള്ളം? പരിശുദ്ധാത്മാവാകുന്ന ജലം എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവാകുന്ന ജലം എനിക്ക് തരണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ ത്രേസ്യ പറയുകയാണ്, അതിനുശേഷം ഈ ലൗകിക കാര്യങ്ങളോടുള്ള എൻ്റെ അറ്റാച്ച്മെന്റ്, എൻ്റെ അമിതമായ മോഹവും താല്പര്യവും എന്നിൽ നിന്ന് വിട്ടുപോവുകയും ഒരു കാര്യത്തിൽ പോലും ഈശോയെ വേദനിപ്പിക്കാൻ ഇടവരരുത് എന്നൊരു തീരുമാനം എനിക്കെടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്ന് കരമടിച്ചതെന്ന് പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയുടെ ഈ ജീവിതത്തിന്റെ ഈ ഒരു ഭാഗം അച്ഛൻ കഴിഞ്ഞ വർഷമാണ് വായിക്കുകയും കഴിഞ്ഞ വർഷം പെന്തക്കോസ്ത് തിരുനാളിനോടനുബന്ധിച്ചാണ് അമ്മ ത്രേസ്യയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അമ്മ ത്രേസ്യയുടെ പഠനങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് മനസ്സിലേക്ക് ഇട്ട് തന്ന പാട്ടാണ് പ്രിയപ്പെട്ടവരെ, വരൂ 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 പരിശുദ്ധാത്മാവേ എന്ന് പറയുന്ന ഗാനം. ഹല്ലേലൂയ. നമ്മൾ അമ്മ ത്രേസ്യയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേറെ കൃപകൾ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മാവിനെ അവിടുന്ന് നമ്മിൽ നിക്ഷേപിക്കുന്നു. ആത്മാവിൽ നയിക്കപ്പെടുന്നവരാകട്ടെ. പാഠം 6, നമുക്ക് സ്പിരിച്വൽ ഡയറക്ടേഴ്സ് ഉണ്ടാകണം, അതായത് ആത്മീയമായ നിയന്താക്കൾ ഉണ്ടാകണം. അമ്മ ത്രേസ്യ വലിയ ഭാഗ്യവതിയായിരുന്നു. അമ്മ ത്രേസ്യക്ക് സ്പിരിച്വൽ ഡയറക്ഷൻ കൊടുത്ത 3 പേര് സഭയിൽ വിശുദ്ധരാണ്. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ, സെന്റ് പീറ്റർ അൽക്കാൻഡ്ര, സെന്റ് ഫ്രാൻസിസ് ബോർജിയോ, ഇങ്ങനെ 3 വിശുദ്ധര്, നാമകരണം ചെയ്യപ്പെട്ട 3 വിശുദ്ധര് കുമ്പസാരിക്കാനുണ്ടായിരുന്നു അമ്മ ത്രേസ്യക്ക്. പങ്കുവയ്ക്കാൻ വിശുദ്ധര് കൂട്ടുകിട്ടി. പ്രിയപ്പെട്ടവരെ, നമുക്കും അപ്രകാരം ഭാഗ്യം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വിശുദ്ധരില്ലെങ്കിലും കർത്താവ് നമ്മെ നയിക്കാൻ നമുക്ക് കർത്താവ് ആളുകളെ തരും. സ്വന്തം തീരുമാനങ്ങളിൽ, സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകരുതെന്ന് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ അതിനെക്കുറിച്ച് ഒരു രസകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. For the advantage of those who follow English, he who has himself as guide has an idiot as a disciple. അതായത് തന്നെ ആത്മീയ പിതാവാക്കി മാറ്റുന്ന ഒരാള്, അയാൾക്ക് അനുഗമിക്കാനുള്ളത് ഒരു ഇഡിയറ്റാണെന്ന്. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒന്നുകൂടി ഇംഗ്ലീഷ് വായിക്കാം. ഹി ഹു ആസ് ഹിംസെൽഫ് ആസ് ഗൈഡ് ഹാസ് ആൻ ഇഡിയറ്റ് ആസ് എ ഡിസൈപ്പിൾ. ഇത് യൂട്യൂബിലുണ്ടാവും, നിങ്ങൾ കേട്ടിട്ട് ആവർത്തിച്ച് ചിന്തിച്ചാൽ മതി എന്താണെന്ന്. അതായത് തന്നെ അനുഗമിക്കുന്ന ഒരാള് ഭോഷനാണെന്ന്, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. സ്വന്തം യുക്തി വിചാരങ്ങളിൽ മാത്രം തീരുമാനങ്ങൾ എടുത്ത് പോകുന്ന ആള്, അത് അച്ഛനാണെങ്കിലും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മീയ പിതാക്കൾ വേണം, കുമ്പസാരിക്കാൻ ആളുകൾ വേണം. ഞാൻ കർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ തീരുമാനം എടുത്തോളാം, അങ്ങനെയല്ല. കുമ്പസാരിക്കാൻ ഇപ്പൊ അച്ഛൻ്റെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ലെന്ന് ഇപ്പൊ ഇത്രയും നാള് നമ്മൾ കുമ്പസാരിക്കാതിരുന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോ കുമ്പസാരിക്കാതിരുന്ന എന്താ കുഴപ്പം? അല്ലെ, ഇത്രയും നാള് ഞായറാഴ്ച കുർബാനക്ക് പോകാതിരുന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ലോകമൊന്നും ഇടിഞ്ഞു വീണില്ലല്ലോ. ഇനി പോയില്ലെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെ മക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, മുതിർന്നവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ യൂട്യൂബിലും ടി വിയിലും ഒക്കെ നല്ല കുർബാനയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ വികാരിച്ചം പറയുന്നതിലും നല്ല പ്രസംഗം ടി വിയിലുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കണം. അടുത്ത 7 കൺവേർഷൻ ആൻഡ് റിഫോം. അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ നവീകരണത്തിന്റെ ചുവടുകൾ വെച്ചവളാണ്. പക്ഷേ നവീകരണത്തിന്റെ ചുവടുകൾ വെക്കുന്നതിന് മുൻപ് അവൾക്ക് ഒരു അനുതാപത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. അവൾക്ക് ഒരു കൺവേർഷൻ ഉണ്ടായിരുന്നു. സ്വയം അനുതപിച്ച് പ്രാശ്ചിത്തം ചെയ്ത് കൺവേർഷൻ നടത്തിയവർക്ക് നവീകരണത്തിന്റെ കാൽവെപ്പുകൾ നടത്താൻ കഴിയുകയുള്ളൂ. അമ്മ ത്രേസ്യ തന്റെ തന്നെ ജീവിതത്തെ ആദ്യം
കൺവേർട്ട് ചെയ്തു, നവീകരിച്ചു. എന്നിട്ടാണ് അവൾ മറ്റുള്ളവരെ നവീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഈശോ മർക്കോസിന്റെ സുവിശേഷം 1:15 തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. നമുക്ക് അനുദിനം ആവശ്യമുള്ളൊരു കാര്യമാണ് കൺവേർഷൻ. എനിക്ക് ഒരു അനുതാപത്തിന്റെയും ആവശ്യമില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഇനി ആരും പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ഞാൻ ഒരു തിന്മയും ചെയ്യുന്നില്ല. ഇനി എനിക്കൊരു ധ്യാനം കൂടേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ ധ്യാനം കൂടിയിട്ട് ഇപ്പൊ എന്താ കിട്ടിയെന്നൊന്ന് കാണട്ടെ. ഒരു സഹോദരി തളർന്ന് പാടില്ലാതെ കിടക്കുകയാണ്. പള്ളിയിൽ പോവാത്ത അയൽവക്കക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഓ എപ്പോഴും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ചാള ഇതേ കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനുതാപവും കൺവേർഷനും എപ്പോഴും എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്നു. പാഠം 8, സ്പിരിച്വൽ മാസ്റ്റർ പീസസ്. അതായത് അവൾ തന്റെ ആത്മീയ അനുഭവങ്ങൾ തനിക്ക് വേണ്ടി മാത്രമല്ല അവരന് വേണ്ടി കൂടെ കുറിച്ചു വെച്ചു എന്നതാണ്. സഹനത്തിൽ അവൾ വളർന്നത്, അഭ്യന്തര ഹർമ്മത്തിലെ വിവിധ തലങ്ങളിലൂടെ അവൾ യാത്ര ചെയ്തത്, തൻ്റെ അനുദിന ജീവിതത്തിൽ അവൾ സ്നേഹത്തിൽ വളർന്നത്. എപ്രകാരം സ്നേഹത്തിൽ വളരാമെന്ന് അവൾ നമ്മളെ പഠിപ്പിച്ചു, എളിമയിൽ വളരാമെന്ന് പഠിപ്പിച്ചു, യേശുവുമായിട്ടുള്ള സൗഹൃദത്തിൽ വളരാമെന്ന് അവൾ പഠിപ്പിച്ചു. അവൾ അധ്യാപികയായി മാറി. അമ്മ ത്രേസ്യയെ സഭയുടെ വേദപാരംഗതയായി പ്രഖ്യാപിച്ചതിൻ്റെ സുവർണ ജൂബിലി വർഷമാണിതെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. 9, ദ ക്രോസസ് ആസ് ദ ബ്രിഡ്ജസ് ടു ഹെവൻ. അമ്മ ത്രേസ്യ പഠിപ്പിച്ച, അമ്മ ത്രേസ്യയിൽ നിന്നുള്ള 9ാമത്തെ പാഠമാണ് കുരിശുകളാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്കുള്ള പാലങ്ങൾ. കുരിശുകൾ നമുക്ക് ഗർത്തങ്ങൾ ഉണ്ടാക്കുകയല്ല, കുരിശുകൾ നമ്മുടെ മുൻപിൽ തടസ്സങ്ങളായി വരികയല്ല, കുരിശുകൾ നമ്മുടെ മുൻപിൽ പാലങ്ങളായി മാറുകയാണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ മുറിച്ചു കിടക്കാൻ ഇതാ കുരിശുകൾ നമുക്ക് പാലങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നേരത്തെ സഹനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കഴിഞ്ഞ 10 ദിവസത്തെ പഠനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് 10 ദിവസത്തെ പ്രഭാഷണവും യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റിൽ സെൻറ്ററൈസ് ഓഫ് ആവില, ടോക്സ് ഓൺ സെൻറ്ററൈസ് ഓഫ് ആവില, ആവിലാസതിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ കഴിഞ്ഞ 10 ദിവസത്തെയും ടോക്കുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. നമ്മളുടെ മാത്യൂസ് അത് വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. മാത്യുവിന് നമുക്ക് കൈയടിച്ചൊരു നന്ദി പറയാം. അപ്പോ ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഒരു വിശുദ്ധനുണ്ട്, സെന്റ് ലൂയിസ് മോൺഫോർത്ത് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെ ആശീർവദിച്ചത് ഇങ്ങനെ, അവർ ആശീർവദിച്ചുകൊണ്ടിരുന്നത്, സുഹൃത്തുക്കൾ ആരെങ്കിലും വന്ന് പിതാവേ എനിക്കൊരു ബ്ലെസ്സിങ് വേണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനെ ബ്ലെസ് ചെയ്യും: ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും കുരിശുകൾ നൽകുകയും ചെയ്യട്ടെ. നിങ്ങൾ ആരെങ്കിലും വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്: സഹോദരി, സഹോദര, ദൈവം അനുഗ്രഹിക്കുകയും കുരിശുകൾ നൽകുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് വരുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുരിശുകൾ സ്വർഗത്തിലേക്കുള്ള പാലങ്ങളാണ്. പാഠം 10, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുമുള്ള അമ്മയുടെ ഭക്തി. അമ്മ ത്രേസ്യ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു ഹാബിറ്റ് ഡിസൈൻ ചെയ്തപ്പോൾ, ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം ഒരു സ്ത്രീ ഡിസൈൻ ചെയ്തതാണ്. ഫാഷൻ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്ന പോലെ ഒരു സ്ത്രീ ഇരുന്ന് വരച്ചുണ്ടാക്കിയതാണ്. ആ സ്ത്രീയുടെ പേര് അമ്മ ത്രേസ്യ എന്നാണ്. അമ്മ ത്രേസ്യ ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്തതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും നല്ല ഒരു ഡിസൈനുള്ള ഡ്രസ്സ് ഇന്നേ വരെ അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് വേറെ ആരും ഡിസൈൻ ചെയ്തിട്ടില്ല. അല്ലേ അച്ഛാ? അല്ലേ? നിങ്ങളൊക്കെ ഇടുന്ന ഡ്രസ്സിന് അച്ഛന്മാരിടുന്ന അത്രയും ഭംഗിയുണ്ടോ? ഇല്ല. നിങ്ങൾ വെറും ഇത്രയും ഭംഗിയൊന്നും ഉള്ള ഒരു ഡ്രസ്സ് ആരും ഇട്ടിട്ടില്ല. ഇതൊന്ന് മാറ്റിയേ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര വില കൊടുത്താലും ഇത്രയും ഭംഗിയുള്ളൊരു ഡ്രസ്സ് കിട്ടില്ല. എഴുതി വെച്ച
കാരണം ഇത് അമ്മ തെരേസ ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ ഒരു ഭാഗമാണ് സ്കാപ്പുലർ എന്ന് പറയുന്നത്. 3 പീസാണത്, 1, 2 ഒന്നുമല്ല, 3 പീസാണ്. 7 പോക്കറ്റുണ്ട്. പിന്നെ പറയാം, ആരെങ്കിലും തരുന്നത് മേടിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ പോക്കറ്റുകൾ. അവിടെ നിൽക്കട്ടെ, വേറെ ടോപ്പിക്കാണ്. പറഞ്ഞു വരുന്നത്, അമ്മ തെരേസ ഇതിൻ്റെ കൂടെ ഒരു സ്കാപ്പുലർ ഡിസൈൻ ചെയ്തു. എന്നിട്ട് അമ്മ തെരേസ പറഞ്ഞു, ഇത് കർമ്മല മാതാവിൻ്റെ പ്രതീകമാണ്. ഇറ്റ്സ് ആൻ എക്സ്റ്റേണൽ സൈൻ ഓഫ് യുവർ കോൺസെക്രേഷൻ. പരിശുദ്ധ അമ്മയ്ക്ക്, കർമ്മലനാഥയ്ക്ക് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതിൻ്റെ ബാഹ്യമായ അടയാളമായി ഈ സ്കാപ്പുലർ ധരിക്കണം. പ്രിയപ്പെട്ടവരെ, ആ വലിയ സ്കാപ്പുലറിന്റെ ചെറിയ ഒരു അടയാളമാണ് ആദ്യ കുർബാന സ്വീകരണ സമയത്ത് പ്രത്യേകമായി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നതും കേരള സഭയിൽ കർമ്മലീത്ത സഭ പ്രചരിപ്പിച്ചിട്ടുള്ള ഉത്തരീയ ഭക്തി, കർമ്മലീത്ത ചൈതന്യമുള്ളതാണ്. അത് കർമ്മല ഉത്തരീയം എന്നാണ് അതറിയപ്പെടുന്നത്. അമ്മ തെരേസയിലൂടെ, അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ കർമ്മല സഭയിൽ ഉള്ള ഒരു പാരമ്പര്യമാണ്. അമ്മ തെരേസ അത് പ്രോത്സാഹിപ്പിച്ചു. അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി മാറി. അതുകൊണ്ടാണ് അമ്മ തെരേസയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ തിരുനാളുകളെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അമ്മയെ മാറ്റി നിർത്താറില്ല. കർമ്മലനാഥയുടെയും അമ്മ തെരേസയുടെയും മധ്യസ്ഥം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ ആവിലായിലെ പുണ്യഭൂമി. ഉറക്കെ വിളിക്കാം, ഈശോയേ. തീർന്നില്ല, മുൻപിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഔസേപ്പിതാവിൻ്റെ തിരുസ്വരൂപത്തെ നോക്കിയ എത്ര സങ്കടം ഉണ്ടെങ്കിലും ഔസേപ്പിതാവിൻ്റെ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങളുടെ സങ്കടം മാറും. നോക്കണം. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഔസേപ്പിതാവാണ്. അതുകൊണ്ടാണ് ജോസഫച്ചൻ്റെ പേരിൻ്റെ ആളാണല്ലോ. അപ്പോൾ ഔസേപ്പിതാവ് ഇത്തിരി അവഗണിക്കപ്പെട്ട് ഇവിടെ സൈഡിലായിരുന്നു. ജോസഫച്ചൻ്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യപ്രകാരം ഔസേപ്പിതാവ് പുറകിൽ നിന്ന് മുൻപിലെത്തി നിൽക്കുന്നുണ്ട്. ആരും കാണാതെ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരോടുള്ള ഔസേപ്പിതാവിൻ്റെ ഓടും പരിശുദ്ധ അമ്മയോടുമുള്ള ഭക്തി എന്ന് പറയുമ്പോൾ, വിശുദ്ധരോട് പൊതുവായിട്ടുള്ള ഭക്തി അമ്മ തെരേസയെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ നമ്മൾ കണ്ട 10 കാര്യങ്ങൾ അമ്മ തെരേസയിൽ നിന്നുള്ള പഠനങ്ങളാണ്. 10 ലെസൺസ് ഫ്രം സെന്റ് തെരേസ ഓഫ് ആവില. അത് ഓരോന്നും ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് അത് കേൾക്കേണ്ട സമയം വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും